നമസ്കാരം. ജ്യോതി ഡയറി ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലോക എന്ന സിനിമയുടെ റിവ്യൂ ആണ്. കഴിഞ്ഞ രാത്രി ഈ സിനിമ ഞാൻ കണ്ടു. ഒരു അതിഗംഭീരമായ ഒരു ചലച്ചിത്ര അനുഭവമാണ് ഈ സിനിമ എനിക്ക് സമ്മാനിച്ചത്. മലയാളത്തിലെ നടപ്പു സിനിമാ ശീലങ്ങളിൽ നിന്നും വേറിട്ടു നിൽക്കുകയാണ് ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ലോക എന്ന സിനിമ. മലയാളം പോലെയുള്ള ചെറിയൊരു ചലച്ചിത്ര ഭൂമികയ്ക്ക് സ്വപ്നം കാണാൻ പറ്റുന്നതിനും അപ്പുറമുള്ള സാങ്കേതിക മികവോട് കൂടിയിട്ടാണ് ഡൊമിനിക് അരുൺ എന്ന സംവിധായകൻ ഈ ചിത്രത്തെ സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത്. ഇതിൽ അഭിനയിച്ച ഓരോ ആൾക്കാരും അവരുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് നൽകിയിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് കല്യാണി പ്രിയദർശന്റെയാണ്. കല്യാണി പ്രിയദർശൻ അതിഗംഭീരമായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. അവരുടെ ഓറ, സ്ക്രീൻ പ്രസൻസ് എല്ലാം ഗംഭീരമാണ്. അതുപോലെ ചന്തു, സലീം കുമാർ, നസ്ലിൻ, അതായത് സീരിയസ് ആയി ഒരു കാര്യം നമ്മളിങ്ങനെ ഒരു ഭാഗത്ത് റൺ ചെയ്യുമ്പോൾ സെയിം ടൈമിൽ തന്നെ ഏറ്റവും തിയേറ്ററിൽ ചിരി പടർത്താൻ ചന്തു, സലീം കുമാർ, നസ്ലിൻ ടീമിന് പറ്റുന്നുണ്ട്. അപ്പോ ഇതിൽ സംവിധായകൻ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും പ്രേക്ഷകരുമായി കണക്ട് ആകുന്നു എന്നതാണ് ഒരു കാര്യം. രണ്ടാമത്, വളരെ ഭംഗിയായി കഥ പറഞ്ഞിരിക്കുന്നു. മറ്റൊരു പേരാണ് DOP നിമിഷ് രവി. എന്ത് ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാംഗ്ലൂർ നഗരത്തെ ഇത്രയും മനോഹരമായി, രാത്രി സീനൊക്കെ അതിഗംഭീരമാണ്. ആ കളർ ടോണും ഒക്കെ അതിഗംഭീരമായിട്ടാണ് സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു പ്രത്യേക ലോകം തന്നെയാണ് നമുക്ക് ഫീൽ ആകുന്നത്. ബാംഗ്ലൂരിന്റെ രാത്രി സമയങ്ങളിലെ ഫോട്ടോഗ്രാഫിയൊക്കെ അതിഗംഭീരമാണ്. ഏറ്റവും നല്ല ക്വാളിറ്റിയിലാണ് അത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഗംഭീരനായ ആളാണ് ചമൻ ചാക്കോ. അതിന്റെ ക്വാളിറ്റി വേറെ കാണുന്നുണ്ട്. അതുപോലെ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ദുൽഖർ സൽമാൻ. അതുപോലെ തന്നെ മ്യൂസിക് ബൈ ജെയ്ക്സ് ബിജോയ്. ജെയ്ക്സ് ബിജോയിന്റെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ കണ്ടല്ലോ, ഈ പടത്തിനെ വേറൊരു ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, ഈ പടത്തിലുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓൾ ടുഗദർ ഇതൊരു നല്ല പടമായിരുന്നു.